ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ബോട്ടിൽ ബൂത്തുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം പാളിയെന്ന് ആരോപിച്ച് UDF മെമ്പർമാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് മാലിന്യങ്ങൾ നിറഞ്ഞ ബോട്ടിൽ ബൂത്തുകളും മാലിന്യം നിറഞ്ഞ ചാക്കുകെട്ടുകളും വാഹനത്തിൽ കയറ്റി ഭരണിക്കാവ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇറക്കിവെച്ച് പ്രതിഷേധിച്ചു. മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ബോട്ടിൽ ബൂത്തുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം പാളിയതിൽ പ്രതിഷേധിച്ച് വ്യത്യസ്തമായ സമരമാണ് UDFന്റെ നേതൃത്വത്തിൽ നടന്നത്. ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് മാലിന്യങ്ങൾ നിറഞ്ഞ ബോട്ടിൽ ബൂത്തുകളും മാലിന്യം നിറഞ്ഞ ചാക്കുകെട്ടുകളും വാഹനത്തിൽ കയറ്റി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇറക്കി വെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരാമെന്ന് പറയുകയും ചെയ്ത് ഞങ്ങൾ അവിടെ ഈ മാലിന്യ കൂമ്പാരമായിട്ട് അവിടെ ചെന്ന് നിൽക്കുകയും മണിക്കൂറുകൾ കിടന്ന് വിളിച്ചിട്ട് വരാതെ 3-4 ചെറുപ്പക്കാർ വന്ന് ഞങ്ങളെ വട്ടം തടഞ്ഞ് ഞങ്ങളെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. ഞങ്ങളപ്പം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ളവരാ ഇതിവിടെ വെക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ മിത്രയുടെയും പ്രീതിയുടെയും വേസ്റ്റ്, ഇത് മിത്രയുടെയും പ്രീതിയുടെയും ഉള്ള വേസ്റ്റ് അല്ല, ഇത് കറ്റാനം ജംഗ്ഷനിൽ ഒരു ജനകീയ വിഷയം നിരന്തരം ഞങ്ങളോട് കറ്റാനത്തുള്ള ജനങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ മുൻകൈ എടുത്തത്. അപ്പം ഞങ്ങളെ വട്ടം കൂടി തടഞ്ഞ വലിയ പ്രശ്നം ഉണ്ടാക്കി ചെയ്തു. ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ പഞ്ചായത്തിൽ നിന്ന് ഒറ്റ മനുഷ്യരെ അവിടെ എത്തിച്ചേരാതെ ഞങ്ങളുടെ പാർട്ടി സംവിധാനത്തിൽ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റുമാരെ അറിയിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പഞ്ചായത്തിൽ വെച്ചു. ഇത് അടിയന്തരമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി ഇടപെട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് കറ്റാനം ജംഗ്ഷനിൽ ബോട്ടിൽ ബൂത്തിൽ മാലിന്യ കൂമ്പാരം പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ച സാഹചര്യത്തിൽ UDF അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനാൽ ഇവ നീക്കം ചെയ്യുവാൻ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ സമീപ പ്രദേശത്തെ 4 ജനപ്രതിനിധികളെ ദൌത്യം ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ ദിവസങ്ങളായിട്ടും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇതിന് മുൻകൈയെടുക്കാത്തതിനെ തുടർന്ന് UDF മെമ്പർമാരായ പ്രീതി ഗോപന്റെയും മിത്ര കൃഷ്ണന്റെയും നേതൃത്വത്തിൽ മാലിന്യങ്ങൾ JCB ഉപയോഗിച്ച് നീക്കം ചെയ്യുകയുമുണ്ടായെന്ന് UDF നേതാക്കൾ പറഞ്ഞു. അവിടുത്തെ നാട്ടുകാരുടെ ബഹളത്തെ തുടർന്ന് ഈ 2 മെമ്പർമാർ ഒരു വാഹനം വിളിച്ചുകൊണ്ട് ഈ 2 ബോട്ടിൽ ബൂത്തുകൾ നിറഞ്ഞ മാലിന്യവുമായി അതിന്റെ ഉടമത്തിൽ ആ കറ്റാനം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കോരിയെടുത്ത വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഈ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധിക്കുകയാണ്. ഇത് ഒരു മാലിന്യം നീക്കം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എന്തിനാണ് ഈ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ബോട്ടിൽ ബൂത്തുകൾ ഈ പറയുന്ന ജംഗ്ഷനുകൾ കൊണ്ട് സ്ഥാപിക്കുന്നത്? ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി മറുപടി പറയണം. ഇത് കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഒരു നീക്കം നടത്താതെ ഇത് മാലിന്യ കൂമ്പാരങ്ങളായിക്കൊണ്ട് കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ കൊച്ചുകുട്ടികൾക്ക് കൊതുക് കടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മാലിന്യങ്ങളിലൂടെ ഉണ്ടാകുന്നുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് നീക്കം ചെയ്ത മാലിന്യം പുറമ്പോക്ക് സ്ഥലത്ത് നിർമ്മാർജ്ജനം ചെയ്യുവാനെത്തിയപ്പോൾ UDF മെമ്പർമാരെ നാട്ടുകാർ തടഞ്ഞ സാഹചര്യവും ഉണ്ടായി. ഇതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ വിവരമറിയിച്ചിട്ടും സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയില്ല എന്നും ഇതിൽ പ്രതിഷേധിച്ചുകൂടിയാണ് സമരം നടത്തുന്നതെന്നും UDF നേതാക്കൾ പറഞ്ഞു. അതേസമയം പ്രതിഷേധത്തെ തുടർന്ന് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പു നൽകി. ഈ ഉറപ്പിന്മേലാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. UDF ജനപ്രതിനിധികളായ പ്രീതി ഗോപൻ, മിത്ര കൃഷ്ണൻ, ശാലിനി S, ഷാദിയ നൌഷാദ്, നിഷ K സാം, കോൺഗ്രസ് നേതാക്കളായ വിഷ്ണു ചേക്കോടൻ, പ്രകാശ് D പിള്ള, KR ഷൈജു, ഗോപൻ ഭരണിക്കാവ്, S നന്ദകുമാർ, അമ്പിളി L, പ്രേം പ്രസാദ്, T രാജൻ, ശരത് കുമാർ, ലിബു വർഗീസ്, ജോബി കൊച്ചുവീട്ടിൽ, T മധു തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.